ISL 12ാം സീസണിലെ ആദ്യ ഹോം മത്സരത്തിന് ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. തോൽവിയിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്തുന്നതിനുള്ള കഠിന പരിശീലനത്തിലാണ് മഞ്ഞപ്പട. മുംബൈ സിറ്റിക്കെതിരായ മത്സരത്തിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നത് എന്ന് താരങ്ങൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ISL 12ാം സീസണിലെ ആദ്യ ഹോം മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം. ആദ്യ മത്സരത്തിലേറ്റ തോൽവിയിൽ നിന്ന് ഗംഭീര തിരിച്ചുവരവ് ലക്ഷ്യമിട്ടാണ് കൊച്ചിയിലെ ആദ്യ മത്സരത്തിന് ടീം കച്ചകെട്ടുന്നത്. അപ്പോൾ നമുക്കൊപ്പം ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിലെ മലയാളി താരങ്ങളാണ്. അപ്പോൾ നമുക്ക് അവരോട് ഇക്കുറിയിലെ ഈ സീസണിലെ പ്രതീക്ഷകളെ പറ്റി ചോദിക്കാം. ഇപ്പോൾ സച്ചിൻ തന്നെയാണ് ഇപ്പോൾ ആദ്യ മാച്ചിലും ഗോൾ കീപ്പറായിട്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിലായാലും നമ്മുടെ ഗോൾ വലയിൽ കാവൽക്കാരനായിട്ടുണ്ടായിരുന്നു സച്ചിൻ. അപ്പോൾ ഇത്തവണത്തെ ആദ്യ മത്സരത്തിൽ തോൽവിയായിരുന്നു. അപ്പോൾ തിരിച്ചുവരവ് എങ്ങനെയാണ് പ്ലാനിങ്? തീർച്ചയായും നമ്മൾ ഫസ്റ്റ് മാച്ചിൽ 2-0 തോറ്റു പോകാനായിട്ട്. പക്ഷെ നമ്മൾ ആ കൂടി 2 ആഴ്ചയാണ് അതിന് മുന്നേ ട്രെയിനിങ് ചെയ്തത്. നമുക്കൊരു അൺസർട്ടനിറ്റി ആയിരുന്നു എന്നാണ് കളി തുടങ്ങുക. അതുകൊണ്ട് നമുക്കൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്നിട്ടും നമ്മൾ ഫൈറ്റ് ചെയ്തു. നമ്മുടെ 100% ടീം എല്ലാവരും കൊടുത്തു. ഭാഗ്യവശാൽ നമ്മൾ തോറ്റു 2-0. എന്നാലും മുംബൈ സിറ്റി ആയിട്ടുള്ള മാച്ചിൽ നമ്മൾ ശക്തമായി തിരിച്ചു വരും തന്നെയാണ് വിശ്വാസം. നമ്മുടെ 100% കൊടുത്ത് എല്ലാവരും കളിക്കും. കളിക്കുന്ന തന്നെ നമുക്ക് ഭയങ്കര എനർജിയാണ് ടീമിന്. അപ്പോൾ എല്ലാവരും വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അപ്പം ടീമിന് വളരെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കും. എല്ലാവരും പ്രിപ്പയർഡാണ്. ഇപ്പോൾ നമ്മളതിൽ തന്നെ കുറേ കൊല്ലങ്ങളായിട്ട് ഒരുമിച്ചിരിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ ആ ഒരു ബോണ്ടും കാര്യങ്ങളുണ്ട്. പിന്നെ ഫോറിനേഴ്സ് ആയാലും നല്ല ഫോറിനേഴ്സാണ്. അവരായിട്ടും കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിങ് ആയാലും നല്ല രീതിക്ക് പോകുന്നുണ്ട്. കോച്ചിന് നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ പ്രിപ്പയർഡാണ് ഫസ്റ്റ് കളിക്ക് വേണ്ടി. ഇത്തവണ ഇപ്പോൾ നേരത്തെ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഈ ഒരു സീസൺ നടക്കുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നല്ലോ. അപ്പോൾ നേരത്തെ പരിശീലനത്തിലായാലും തയ്യാറെടുപ്പിനുള്ള സമയം കുറവായിരുന്നു. പക്ഷേ ആദ്യ മത്സരം പരാജയം ഇനിയും മത്സരങ്ങൾ ഒരുപാട് മുന്നിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ടീമിൽ ഇപ്പോൾ ഒരു ഓവറോൾ എങ്ങനെയാണ് പെർഫോമൻസ്? അല്ലെങ്കിൽ ഇപ്പോൾ ഫോറിൻ താരങ്ങളുണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ട് എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ബൂസ്റ്റാണ്. കാരണം ഇവിടുത്തെ ഇന്ത്യൻ പ്ലേയേഴ്സിനായിട്ടും കുറച്ചും കൂടിയും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആയിരിക്കില്ല ഫോറിനേഴ്സ്. അതിനാണ് നമ്മൾ അവരെ കൊണ്ടുവരുന്നത് തന്നെ. അപ്പം നമുക്ക് അവരെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഓഫ് ദ ഫീൽഡ് ആയാലും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ആസ് എ യങ് പ്ലെയർ എന്നുള്ള നിലയിൽ ഞങ്ങളത് ചെയ്യാറുണ്ട്. ആസ് എ പോസിറ്റീവ് ഇതിൽ നമ്മൾ എടുക്കാറുണ്ട്. അടുത്ത മുംബൈ സിറ്റി ആയിട്ടാണല്ലോ ഇപ്പോൾ കളി വരുന്നത്. അപ്പോൾ അവർ സാധാരണ നല്ലൊരു കരുത്തരായ ഒരു ടീമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ട്രാറ്റജിയിലായാലും എന്തെങ്കിലും മാറ്റങ്ങൾ, അല്ലെങ്കിൽ പരിശീലനത്തിലായാലും എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും? നമ്മളെല്ലാ മാച്ചും ഫേസ് ചെയ്യുന്ന പോലെ തന്നെ മുംബൈനെയും ഫേസ് ചെയ്യുക. കാരണം എല്ലാ മാച്ചിലും നമ്മൾ പ്രിപ്പയർ ചെയ്യും. എതിർ ടീമിനെ അനലൈസ് ചെയ്ത് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മളും എതിർ ടീമിനെ അവരായിട്ട് സൂപ്പർ കപ്പ് ലാസ്റ്റ് മാച്ച് തോറ്റാണ് നമ്മൾ പുറത്തായത് മുംബൈ ആയിട്ട്. അപ്പോൾ തീർച്ചയായും ISL ഫസ്റ്റ് അവരായിട്ട് മാച്ച് കളിക്കുമ്പോൾ തിരിച്ച് നമുക്ക് ജയിക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ 100% നമ്മൾ കൊടുത്ത് എല്ലാവരും കളിക്കും.